മലയാളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഈ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്രതികരണ വേദി കൂടിയാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അതുപോലെ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാനുള്ള മൊബൈൽ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് വിളിക്കാനുള്ള ലാൻഡ് നമ്പറും ഉണ്ട്. അപ്പോൾ 048428300510 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ പ്രതികരണ വേദിയിൽ ഇടപെടാം, എന്നോട് സംസാരിക്കാം. അതേപോലെ ഒരു വാട്സപ്പ് നമ്പർ കൂടിയുണ്ട്, 6235968937. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ അയച്ചു തരാം. അതേപോലെ യൂട്യൂബിൽ 24 ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ ആശയങ്ങളും സന്ദേശങ്ങളും അവിടെ ഇടാം. അപ്പോൾ വിളികളും സന്ദേശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂറിലെ വാർത്താ മണിക്കൂറിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വാർത്താ പകൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത RSS ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബല്ലയുമായി തൃശ്ശൂരിൽ ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയായിരുന്നു. സ്വകാര്യ സന്ദർശനമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ഇന്ന് ADGP വിശദീകരിച്ചു. എന്നാൽ സ്വകാര്യ വാഹനത്തിലെത്തിയത് DGPയെയും ഇൻ്റലിജൻസ് മേധാവിയെയും സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിരുന്നു എന്നാണ് വാർത്ത. ഇതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടുതൽ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം RSS ജനറൽ സെക്രട്ടറി കണ്ടത് എന്നായിരുന്നു ഇന്ന് ഉയർന്നു വന്ന ആരോപണങ്ങൾ. ADGP MR അജിത് കുമാറും RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തെ മുഖ്യമന്ത്രിയിലേക്കാണ് പ്രതിപക്ഷം തിരിച്ചുവിടുന്നത്. മുഖ്യമന്ത്രിയുടെ RSS ബാന്ധവം എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് തൊടുത്ത അസ്ത്രം CPIM-നെയും സർക്കാരിനെയും ചുട്ടുപൊള്ളിക്കുകയാണ്. കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന് MR അജിത് കുമാറിന്റെ വിശദീകരണം എരുതിയിലെ എണ്ണയായി. വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ADGP MR അജിത് കുമാറിനോട് വിശദാംശങ്ങൾ തേടിയത്. RSS ദേശീയ ജനറൽ സെക്രട്ടറിയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. ADGP RSS നേതാവിനെ കണ്ട വിവരം തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് പിറ്റേ ദിവസം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെയും ഇന്റലിജൻസ് മേധാവിയെയും സർക്കാരിനെയും അറിയിച്ചിരുന്നു. കൂടിക്കാഴ്ച വിവരം സർക്കാർ അറിഞ്ഞിട്ടും ADGPയോട് ആ ഘട്ടത്തിൽ വിശദീകരണം ചോദിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP RSS നേതാവിനെ കണ്ടതെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദത്തിന് മൂർച്ച നൽകുന്നതാണിത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, CPIM-ന് വേണ്ടിയല്ല കൂടിക്കാഴ്ച നടന്നതെന്നും VD സതീശൻ പറഞ്ഞു. വാദത്തിന് സമ്മതിച്ച മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ, അല്ലേ? അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിലധികമായല്ലോ. അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ്. തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? തൃശൂർ പൂരം അലങ്കോലമാക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച വിവരം പുറത്തുവന്നത്. കൂടിക്കാഴ്ചയിൽ കടുത്ത നിലപാടിലാണ് CPI. ഇടത് ചെലവിൽ ഒരു ഉദ്യോഗസ്ഥനും ചർച്ച നടത്തേണ്ടെന്നും കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. എന്ത് കാര്യമാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSSന്റെ മേധാവിയുമായിട്ട് പങ്കിടാനുള്ളത് നിങ്ങൾക്കറിയില്ല. സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് LDF-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. കൂടിക്കാഴ്ചയിൽ വെട്ടിലായ CPIM ദുർബല പ്രതിരോധമാണ് ഉയർത്തുന്നത്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ CPIM-ന് എന്ത് ഉത്തരവാദിത്തമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾ പിന്മാറിയത് മുഖ്യമന്ത്രിയുമായുള്ള ഡീലെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം. ADGP RSS നേതാവ് കൂടിക്കാഴ്ച പുറത്തുവന്നതോടെ ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുന്നു പ്രതിപക്ഷം. ADGPയെ പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രി, ലക്ഷ്യം അക്കൗണ്ട് തുറക്കാൻ BJPയെ സഹായിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ADGPയിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ വാർത്താ പകലിൽ വന്നത് ബലാത്സംഗ കേസിലെ മുകേഷ് MLA-യുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ്. മുൻകൂർ ജാമ്യം നൽകിയ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന വാർത്തയും ഇന്നത്തെ വാർത്താ പകലിൽ ശ്രദ്ധ നേടി. എറണാകുളം സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുക. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, വിവരങ്ങൾ, കാരണം ഭരണപക്ഷ MLA ആയ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ച വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ കൊടുക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെ?
SKN കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ജാമ്യ ഹർജിയിലെ വിധി പ്രസ്താവത്തിൽ അത് അല്പം കടന്ന വിധി പ്രസ്താവം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത്. അതായത് 19 പേജിൽ വളരെ വിശാലമായ രീതിയിലാണ് ആ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ജാമ്യ ഹർജിയിൽ പരാമർശിച്ചിരുന്നത്. അത് കേസിന്റെ മെറിറ്റിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലാണ് ആ വിശദീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഒപ്പം ഈ പരാതിക്കാരുടെ പല വാദങ്ങളെയും അത് കള്ളത്തരമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ കൂടി ആ പ്രോസിക്യൂഷന്റെ ജാമ്യ ഹർജിയിലെ ചില വാദങ്ങളും കോടതി നിരീക്ഷണങ്ങളും പോയി എന്നുള്ള പരാതി കൂടി ഈ DGPക്ക് നൽകിയ DGPക്ക് നൽകിയ ഈ കത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജാമ്യ ഹർജിയെ വരും ദിവസത്തിൽ എതിർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോടതിയിൽ സർക്കാർ എടുത്തതും സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ്. എന്തായാലും ഈ അപ്പീൽ ഇത്രത്തോളം കടന്നു പറയേണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് മുന്നിൽ സർക്കാർ വെച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസത്തിൽ മുകേഷിനെതിരായ ഈ നീക്കം എങ്ങനെ കോടതിയിൽ കത്തിക്കയറും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഭരണപക്ഷ MLA കൂടിയായ മുകേഷിനെതിരെ ഇത്തരത്തിലൊരു എതിർ നീക്കം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത തിരുവനന്തപുരത്ത് വരുന്ന മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വന്ന വള്ളമാണ് മറിഞ്ഞത് എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. പരിഹാരവും നടപടിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലെത്തും. എല്ലാം ഒത്തുവന്നിട്ടും കെടുകാര്യസ്ഥത കൊണ്ട് അതിങ്ങനെ നീണ്ടങ്ങ് പോകും. അതൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, അമ്പടി മനമേ. അത്തരം സംഭവങ്ങളിലേക്കാണ് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഈ നാട്ടിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് പോകും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അത്തരത്തിലൊരു സംഭവത്തെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സർക്കാർ ആശുപത്രിയിലെ രോഗികളുടെ തിരക്ക് കണ്ട് സ്വകാര്യ വ്യക്തി ഒരു ടോക്കൺ സിസ്റ്റം വാങ്ങിക്കൊടുത്തു. പക്ഷേ 1.5 മാസം കഴിഞ്ഞിട്ടും ടോക്കൺ മെഷീൻ ആശുപത്രി അധികൃതർ പ്രവർത്തിപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരം വെള്ളറട ആനപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ സംഭവം നടന്നത്. കുടപ്പനമൂട് സ്വദേശി വാങ്ങി നൽകിയ ടോക്കൺ സിസ്റ്റം അങ്ങനെ അനങ്ങാതെ വെച്ചിരിക്കുക. വെള്ളറടയിലെ ആനപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് അമ്മയെ ചികിത്സിക്കാൻ എത്തിയതാണ് കുടപ്പനമൂട് സ്വദേശി സനൽ പാലക്കൽ. ജൂലൈ മാസത്തിലാണ്. വലിയ തിരക്കായിരുന്നു ആ ദിവസം. അമ്മയെ കൃത്യമായി ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഡോക്ടറെ കാണണമെങ്കിൽ വലിയ തിരക്ക് കഴിയണമായിരുന്നു. രോഗികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് ഒരു ടോക്കൺ സിസ്റ്റം വാങ്ങി നൽകാൻ സനൽ തീരുമാനിക്കുന്നത്. ജൂലൈ 25-ന് ടോക്കൺ സിസ്റ്റം ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. പക്ഷേ ആ ടോക്കൺ സിസ്റ്റം 1.5 മാസം പിന്നിട്ടിട്ടും പ്രവർത്തിച്ചു കണ്ടിട്ടില്ല. കുടപ്പനമൂട് സ്വദേശി സനൽ പാലക്കലാണിത്. സനലിന്റെ മാതാവ് സെൽവിയെ ആനപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സിക്കുന്നത്. ഗ്രാമീണ മേഖലയിലുള്ള ആശുപത്രിയിൽ രാവിലെയും വൈകുന്നേരവും രോഗികളുടെ തിരക്കാണ്. 3 ഡോക്ടർമാരുണ്ട്. സീനിയോറിറ്റി കാക്കുന്നതിനായി രോഗികൾ കാത്തു നിൽക്കുകയാണ് പതിവ്. ജൂലൈയിൽ അമ്മയെ ചികിത്സിക്കാൻ എത്തിയെങ്കിലും ഡോക്ടറെ കാണാനായി സനലിന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നു. ആശുപത്രിയിലെ ടോക്കൺ മെഷീൻ പ്രവർത്തനരഹിതം. പിന്നാലെയാണ് ആശുപത്രിയിലേക്ക് ഒരു ടോക്കൺ സിസ്റ്റം വാങ്ങി നൽകാമെന്ന് സനൽ തീരുമാനിക്കുന്നത്. അതിലെ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ കസേര കാലിയായിട്ട് കിടക്കുകയാണ്. എന്നിട്ടും സാധാരണക്കാരായ രോഗികൾക്ക് ഇരിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഇരുന്നാൽ അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് മാറണം. സീറ്റ് അവിടെ ഉണ്ട്. സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അത്രയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ സീറ്റ് കാലിയാണ്. പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്നാൽ നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. ഈ ഇടയ്ക്ക് പോയപ്പോൾ എനിക്ക് വിഷമമായി പോയി. അന്ന് ഇതുപോലെ ക്യൂ നിന്ന് അമ്മയെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇത് മാറണമെന്നുള്ളതാണ് ആഗ്രഹം. 25,000 രൂപ മുടക്കി ജൂലൈ 25-ന് ടോക്കൺ സിസ്റ്റം വാങ്ങി ആശുപത്രി സൂപ്രണ്ടിന് കൈമാറുകയും ടെക്നീഷ്യൻസിനെ കൊണ്ട് അത് ഫിറ്റ് ചെയ്യുകയും ചെയ്തു. 3 ഡോക്ടർമാർക്കും ടോക്കൺ സിസ്റ്റം പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു സംവിധാനം സജ്ജീകരിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, 1.5 മാസം പിന്നിട്ടിട്ടും ടോക്കൺ മെഷീൻ പ്രവർത്തിച്ചിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് അപ്പോഴും തന്നെ പ്രവർത്തിക്കേണ്ട സാധനമാണ്. ഇതിലെന്തോ ഇരിക്കുന്നു, ഒന്നുമില്ല. ഇതിന് ഉദ്ഘാടനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സൂപ്രണ്ടിനോട് അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇതിന് അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്കത് വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ സംസാരിക്കാൻ പോയിട്ടില്ല. കാരണം അത് ഉദ്ഘാടനം എന്ന് പറഞ്ഞ സാധനം അതിന് ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉദ്ഘാടനം വേണ്ട, അത് പ്രവർത്തിക്കട്ടെ. ഒരു ചെറിയൊരു ഇലക്ട്രോണിക് സാധനം, അതിൻ്റെ വാല്യൂ ഒന്നും നോക്കണ്ട, അതിൻ്റെ ഉപയോഗമാണ്. 1.5 മാസം ജൂലൈ 25-ാം തീയതിയാണ് ഞാൻ സൂപ്രണ്ടിന് കൈമാറുന്നത്. അന്ന് തന്നെ ഫിറ്റ് ചെയ്യുകയും ചെയ്ത സാധനമാണ്. ഇതുവരെ അത് പ്രവർത്തിച്ചിട്ടില്ല. ടോക്കൺ മെഷീൻ പ്രവർത്തിക്കാത്തതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്
പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ സിസ്റ്റം വാങ്ങിയതാണ് ഇതിങ്ങനെ നിലച്ചിരിക്കാൻ കാരണമെന്നാണ്. കൊള്ളാം, പൊതുരംഗത്തെ ഇങ്ങനെ തന്നെ സേവിക്കണം. സാഹചര്യം കണ്ട് സേവനസന്നദ്ധരായി സ്വമേധയാ രംഗത്തു വരുന്ന മനുഷ്യരെ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഉത്തരവാദിത്വപ്പെട്ടവർ വെറുപ്പിക്കരുത്. സിറിലിനും സതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഈ തിരുവനന്തപുരത്തെ വെള്ളറട ആനപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയിരിക്കുന്നത്. ഒരാൾ കുടപ്പനമൂട് സ്വദേശിയായ അദ്ദേഹം ടോക്കൺ സിസ്റ്റം വാങ്ങിക്കൊടുത്തപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന ആളുകളുടെ കഴിവുകേട് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അതിന് മുകളിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഇടപെട്ട് ആ സിസ്റ്റം പ്രവർത്തിപ്പിച്ച് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കണം എന്നാണ് 24-ന് പറയാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിൽ കെട്ടിടം തകർന്നു വീണു. ഇപ്പോൾ വരുന്ന വാർത്തയാണ്. ലക്നൗ ട്രാൻസ്പോർട്ട് നഗറിലാണ് ഈ സംഭവം നടന്നത്. നിരവധി ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന സംശയം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ബൽറാം, കൂടുതൽ വിവരങ്ങൾ. SKN ഇന്ന് വൈകിട്ടാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ട്രാൻസ്പോർട്ട് നഗറിൽ ഈ നഗരത്തോട് ചേർന്ന് തന്നെ ഈ അപകടമുണ്ടായത്. 3 നില കെട്ടിടമാണ് തകർന്നു വീണത്. സമീപത്തുള്ള വാഹനങ്ങളുടെ മുകളിലേക്കും മറ്റുമായാണ് ഈ കെട്ടിടം തകർന്നു വീണിരിക്കുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ 10 പേരെ ഈ അപകട സ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 10ഓളം പേർ ഇപ്പോൾ ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് സംശയിക്കുന്നത്. 4 പേരെ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസും ഫയർഫോഴ്സുമാണ് രക്ഷാപ്രവർത്തനം നടത്തി വരുന്നത്. കൂടാതെ NDRFന്റെ സംഘവും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ NDRFും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരും. ഈ അപകടം നടക്കുന്ന ഘട്ടത്തിൽ കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ഈ മഴക്കാലത്തും കുടിവെള്ളം കിട്ടാതെ വലയുന്ന ഒരു നഗരത്തെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മുടെ തലസ്ഥാന നഗരത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 3 ദിവസമായി. അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിലെ പ്ലാന്റ് താൽക്കാലികമായി അടച്ചിട്ടു. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തനങ്ങളെ തുടർന്നുമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നാണ് നമ്മുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. നാളെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി വി ശിവൻകുട്ടി മന്ത്രി പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമില്ലാതായിട്ട് ഇന്നേക്ക് 2 ദിവസം. കുടിക്കാനും കുളിക്കാനും വീട്ടാവശ്യത്തിനും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും തലസ്ഥാന ജനത നെട്ടോട്ടമോടി. ഒരാഴ്ച കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇന്നിപ്പം ടാങ്കിലൊന്നും രാത്രിയായ പമ്പ് ഇത് കയറില്ല. മറ്റേ രാത്രി ടാങ്കിലൊക്കെ കയറുന്നു. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ടാങ്കിലൊന്നും വെള്ളം കയറുന്നില്ല. നൂല് പോലെയാണ് വരുന്നത്. ഇന്ന് രാത്രി ടാങ്കിൽ കയറണമെങ്കിലേ ഉള്ളൂ. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നേമം ഐരാണിമുട്ടം ഭാഗത്തു നിന്നുള്ള പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതിനായാണ് ജലവിതരണം നിർത്തിവെച്ചത്. 2 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു ജല അതോറിറ്റി അറിയിച്ചത്. അതോറിറ്റി ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും നൽകി. എന്നാൽ 48 മണിക്കൂർ പിന്നിട്ടിട്ടും വെള്ളമെത്തിയില്ല. നഗരത്തിൽ പ്രതിസന്ധി രൂക്ഷമായി. 3 ദിവസം കൊണ്ട് തുടരെ സകലിച്ച് വരും, പിന്നെ കിട്ടൂല. പിന്നെ ഞങ്ങൾ പൊതു പൈപ്പിൽ നിന്നാണ് അടുത്തു നിന്ന് എടുക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ്. വേറെ നമുക്ക് കിണറൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് പൈപ്പില്ല. ഞങ്ങൾ ഇതേപോലെ റോഡിൽ പൊതു പൈപ്പിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. വെള്ളമില്ലാതെ വന്നു. ഇന്നലെ ഉച്ചയോടെ നഗരത്തിൽ ജലവിതരണം പുനരാരംഭിക്കുമെന്നാണ് ജല അതോറിറ്റി ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെ വിതരണം തുടങ്ങുമെന്നും അറിയിച്ചു. എന്നാൽ ജനം കാത്തിരുന്നു മടുത്തതല്ലാതെ കുടിവെള്ളം എത്തിയില്ല. സെക്രട്ടേറിയറ്റിലും കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായി. സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ജലവിതരണത്തെ ബാധിച്ചു. അരുവിക്കരയിലെ പ്ലാന്റ് പ്രവർത്തനക്ഷമമല്ലാതായതും കുടിവെള്ളം മുട്ടിച്ചു. പരാതി പ്രളയത്തിനൊടുവിൽ മന്ത്രിതല ഇടപെടൽ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വാട്ടർ അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായതെന്ന് യോഗം വിലയിരുത്തി. നാളെ രാവിലെ കൂടി പൂർണ്ണമായി എല്ലാ 44 വാർഡുകളിലും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ആ വിഷയങ്ങൾക്ക് ഇന്ന് യോഗത്തോടുകൂടി എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുകയാണ്. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ബദൽ ക്രമീകരണം ഒരുക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആന്റണി രാജു MLA. പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ വാട്ടർ അതോറിറ്റിയുടെ
ആ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഇരട്ടി സമയം വേണ്ടി വന്നു. അതാണ് ഒരു പ്രധാനമായിട്ടും ഇത് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. അതുപോലെ ബദൽ മാർഗം ഉണ്ടാക്കുന്നതിനകത്തും നമുക്ക് അല്പം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തിയത്, ഇന്നത്തെ യോഗം വിലയിരുത്തിയത്. നിലവിൽ പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണതോതിൽ വെള്ളമെത്താൻ നാളെ പുലർച്ചെ വരെ കാത്തിരിക്കണം. ഇപ്പോഴും പലയിടങ്ങളിലും ജനങ്ങൾ പ്രതിസന്ധിയിൽ വലയുകയാണ്. നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ രാത്രി കൂടുതൽ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പോലും ഒരു ദിവസം കുടിവെള്ളം മുടങ്ങി. ഒടുവിൽ ജനങ്ങൾ പരാതി പറഞ്ഞതോടെ ഇടപെടൽ. അപ്പോഴും പൂർണ്ണമായ പരിഹാരമായിട്ടില്ല. നാളെ പുലർച്ചെയോടെ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉറപ്പ്. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന 41 വാർഡുകളിലാണ് 3 ദിവസം കുടിവെള്ളമില്ലാതെ നമ്മുടെ ജനങ്ങൾ വലഞ്ഞത്. വാട്ടർ അതോറിറ്റിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ബാത്റൂമിൽ പോയാൽ നമ്മൾ വെള്ളം നോക്കാതെ പോയാൽ പിന്നെ പ്രശ്നം വേറെയാണ്. നമ്മൾ വെള്ളം നോക്കിയിട്ടേ പോകും. ചില സ്ഥലത്ത് 100 പോലെ വരും, അന്ന് അരമണിക്കൂർ പോകും, നിൽക്കും. പല ആളുടെ പറയാം, ഇവിടുത്തെ കൗൺസിലറെ പറയാം, വരും എന്നല്ലാതെ വേറെ ഒരു ഉപയോഗവും ഇല്ല. വെള്ളം വരും പോവും. എപ്പോഴാണ് പെട്ടെന്നാണ് സഡൻലി വെള്ളം നീക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരാഴ്ചയായി തുടങ്ങിയിട്ട് ഇത്. ഇല്ല, ഇവിടെ വേറെ വെള്ളം കൊണ്ടുവന്നിട്ടൊന്നുമില്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. രാത്രി കാലങ്ങളിൽ മാത്രം കുറച്ച് കയറുമെന്നുള്ളതേ ഉള്ളൂ, അല്ല പൂർണ്ണമായിട്ടും കയറുമെന്ന് പറയാനൊക്കില്ല. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് വെള്ളം കിട്ടുന്നില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ട് തന്നെ. ഞാൻ കടയിൽ നിന്നാണ് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുടിച്ചത്. ഇപ്പോഴും 2-3 ദിവസം കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്ന് പൊതുവെ പറഞ്ഞ കേട്ട്. അതിപ്പം വെള്ളം അത്ര ഇല്ല, എന്നിട്ടും വെള്ളമില്ല. വെള്ളമാർക്കെന്ന് വെച്ചാൽ ഇവിടെ വണ്ടിയിൽ വെള്ളം കൊണ്ടുവരുന്നു, അപ്പോൾ അതില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടോ ദൂര സ്ഥലത്തൊക്കെ പോയി എടുക്കും. വലിയ ബുദ്ധിമുട്ട്. വന്നില്ലെങ്കിൽ ഇല്ല, ഒരു പ്രതീക്ഷയില്ല. തമിഴ്നാട്ടിൽ നിന്ന് നിർദ്ദയമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. തമിഴ്നാട്ടിൽ പിഞ്ചു കുഞ്ഞിനെ മാതാപിതാക്കൾ തന്നെ വിഷം കൊടുത്തു കൊന്നു. 9 ദിവസം പ്രായമായ പെൺകുഞ്ഞിനെയാണ് കൊലപ്പെടുത്തിയത്. വെല്ലൂർ വെമ്പക്കുപ്പം സ്വദേശി ജീവ, ഭാര്യ ഡയാന എന്നിവരാണ് പ്രതികൾ. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, എന്താണ് വിശദാംശങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഇത്തരം അരുംകൊലയ്ക്ക് മാതാപിതാക്കൾ തയ്യാറായത്? SKN വെല്ലൂർ ജില്ലയിലുള്ള ഉടുക്കത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ഈ കുട്ടി, അതായത് ആദ്യത്തെയും പെൺകുട്ടിയായിരുന്നു ഇവർക്ക്. ഈ ഡയാന ജീവ ദമ്പതികൾക്ക് ആദ്യത്തെയും പെൺകുട്ടിയായിരുന്നു. രണ്ടാമതും പെൺകുട്ടി ജനിച്ചതിലുള്ള ഒരു പ്രശ്നമാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ഇവർ തീരുമാനിച്ചെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. 9 ദിവസം മുമ്പായിരുന്നു ഇവരുടെ പ്രസവം. അതിനുശേഷം ബ്ലഡ് കൗണ്ട് കുറഞ്ഞതിനോടെ ഇവരെ വെല്ലൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇവർ വീട്ടിൽ തിരികെ എത്തിയത്. തിരികെ എത്തി അന്ന് തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഡയാനയുടെ പിതാവ് ശരവണനെ, അതായത് കുട്ടി മരിച്ചു, കുട്ടിക്ക് അനക്കമില്ല എന്ന് പറഞ്ഞ് ഈ ഡയാനയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ ഡയാനയുടെ പിതാവ് ശരവണൻ വന്ന് നടത്തിയ പരിശോധനയിൽ ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്നെയാണ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ഇവർ ചെയ്തത് വീടിന് പുറകിലുള്ള പപ്പായ മരം മുറിച്ച് അതിന്റെ പാൽ കുട്ടിക്ക് നൽകുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം തന്നെ കുട്ടി ചോര ഛർദ്ദിച്ച് മരിക്കുകയും ചെയ്തു. പുതപ്പ് കൊണ്ട് മൂടിയപ്പോൾ പറ്റിയ എന്തോ അബദ്ധം എന്നാണ് ഇവർ മറ്റുള്ളവരെയൊക്കെ ധരിപ്പിച്ചിരുന്നത്. മാത്രമല്ല വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം ഇവർ കുഴിച്ചു മൂടുകയും ചെയ്തു. ഇതിലെല്ലാം ഒരു സംശയം ശരവണൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇതൊരു അരും കൊലയാണ് എന്ന് മനസ്സിലാക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ജയേന്ദ്രൻ കെ ചോദിക്കുന്നു, അൻവറെ വിട്ടോ? ഇപ്പോൾ മറ്റുള്ള വാർത്തകളാണല്ലോ വരുന്നത്. അങ്ങനെ വേണ്ടേ? ഒരേ വാർത്തകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ കൊല്ലില്ലേ? അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ബ്യൂറോ ഈ മുതലപ്പുഴയിലെ വള്ളം മറിഞ്ഞ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നു. സമയം മുമ്പാണ് മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞത്. 3 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. 3 ആളുകളും നീന്തി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. മരിനാട് സ്വദേശികളായ പ്രേം, അന്തോണീസ്, വിൻസെൻ്റ് എന്നിവരാണ് നീന്തി രക്ഷപ്പെട്ടത്. മരിനാട് സ്വദേശി ബിനുവിൻ്റെ ഉടമസ്ഥയിലുള്ള വള്ളമാണ് മുതലപ്പുഴയിൽ മറിഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, മറിയുന്നത് അവിടെ ഈ മുതലപ്പുഴയിൽ ഇപ്പോൾ ഒരു സാധാരണ സംഭവമാണ്. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണങ്ങോട്ട് ചെല്ലത്തില്ല. അപ്പം നമ്മുടെ പൊതുജനങ്ങൾ എന്ത് പറയും? കണ്ണുണ്ടായാൽ പോരാ സാർ. പരാധീനതകൾക്ക് നടുവിൽ കഷ്ടപ്പെടുന്ന കൊല്ലത്തെ ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. മഴ പെയ്താൽ ക്ലാസ് മുറികൾ നനയും. ഇഴജന്തുക്കളുടെ വികാര കേന്ദ്രമായി ഈ സ്ഥാപനം മാറുകയും ചെയ്യും. ഇവിടെ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നതെന്നാണ് പറയുന്നത്. അധ്യാപകർ പഠിപ്പിക്കുന്നതും ഈ ഇഴജന്തുക്കളുടെ നടുവിലാണ്. വാടക ഇനത്തിൽ സർക്കാർ 10,000 നൽകുന്ന ഒരു സ്ഥലത്താണ് കുട്ടികൾ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്.
2016 സംസ്ഥാന സർക്കാർ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിന് ഒരു ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിക്കുന്നത്. 2017 അധ്യയനം ആരംഭിച്ചു. ഇന്ന് കോളേജ് എവിടെയെന്നല്ലേ? ഒരു കിൻഡർ ഗാർഡൻ കെട്ടിടം കോളേജായാൽ എന്താകും സ്ഥിതി? അതും ഒരു സർക്കാർ കോളേജായാലോ? അത്തരമൊരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ അപ്പാടെ നാണക്കേടായ പരാധീനതകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സർക്കാർ കോളേജ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഈ വാർത്ത. നല്ലൊരു ക്ലാസ് മുറിയില്ല, ലൈബ്രറിയോ ശുചിമുറിയോ ഇല്ല. മഴ പെയ്താൽ കോളേജ് മുറ്റം ചെളിക്കുളമാകും. ചൂടുകാലത്ത് ഷീറ്റിട്ട ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ വെന്തുരുകും. മൂന്ന് നിലകളുള്ള ഒറ്റ കെട്ടിടത്തിലാണ് പ്രിൻസിപ്പൽ റൂമും സ്റ്റാഫ് റൂമും 12 ക്ലാസ് റൂമുകളും പ്രവർത്തിക്കുന്നത്. 4 ഡിപ്പാർട്ട്മെന്റിലായി 320-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ആകെ 2 ടോയ്ലറ്റുകളാണുള്ളത്. അതിന്റെ സ്ഥിതിയും പരിതാപകരം. ഞങ്ങൾക്ക് ഇവിടെ 5 ടോയ്ലറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമേ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ആദ്യം ഒരു പ്ലേ സ്കൂളായിരുന്നു. അവർക്കുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ടോയ്ലറ്റ് മാത്രമായിരുന്നു ഇവിടെ ഉള്ളത്. അത് വെച്ചിട്ടാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ കുട്ടികളടക്കം പലരും ഉണ്ട്. എല്ലാവരും 18 വയസ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. ലൈബ്രറിയിൽ വേണ്ടത്ര റെഫറൻസ് ബുക്കുകളോ ഒരേ സമയം 5 പേരിൽ കൂടുതൽ പേർക്ക് നിൽക്കാനുള്ള സൗകര്യമോ ഇല്ല. അധ്യാപകരടക്കം 35ഓളം ജീവനക്കാരാണ് കോളേജിലുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര മാറ്റത്തിന് കോൺക്ലേവ് അടക്കം നടത്താൻ സർക്കാർ തീയതി നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് നാണക്കേടാകുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ കൂടി നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്നാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മെയിൻ റോഡിൽ നിന്ന് 3 കിലോമീറ്ററോളം ഉള്ളിലുള്ള കോളേജിലേക്ക് പൊതുഗതാഗത സംവിധാനം കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് സ്ഥിരം കാൽനട യാത്രയാണ് ഏക വഴി. കൊല്ലം ജില്ലയിലെ 2ാമത്തെ ഗവൺമെന്റ് കോളേജാണിത്. 2ാമത്തെ ഗവൺമെന്റ് കോളേജിന്റെ അവസ്ഥയാണ് ഇത്രയ്ക്കും മോശമായിട്ടുള്ളൊരു അവസ്ഥയാണിത്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള ക്ലാസ് റൂമിലും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനത്തെ പലതരം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് ഞങ്ങളാണ്. കൊല്ലം ജില്ലയിൽ ആകെയുള്ള 2 സർക്കാർ കോളേജുകളിൽ ഒന്നിനാണ് ഈ ദുരവസ്ഥ. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമായതിനാൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. എല്ലാ മാസവും കൃത്യമായ വാടക ലഭിച്ചിട്ടും കെട്ടിട ഉടമസ്ഥൻ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താറില്ലെന്നാണ് പരാതി. രാഷ്ട്രീയ എതിരാളികൾക്ക് ഗോൾ അടിക്കാനുള്ള അവസരം സർക്കാരായി ഉണ്ടാക്കരുത്. വിഷയത്തിന് പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ഈ വാർത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. കൊല്ലത്തെ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ദുരവസ്ഥയെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ഇനി പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കണ്ടേ? അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞങ്ങൾ രാവിലെ ഒരു 3-3.5 കിലോമീറ്റർ നടന്നാണ് ഈ കോളേജിലെത്തുന്നത്. ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാസ് സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു യൂണിവേഴ്സിറ്റി എക്സാം കഴിയുവാണെങ്കിൽ 5 മണിക്കാണ് എക്സാം കഴിയുന്നത്. എക്സാം കഴിഞ്ഞ് ഞങ്ങൾ ഈ 3-3.5 കിലോമീറ്റർ നടന്ന് ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് 6 മണിയാവും. അത് കഴിഞ്ഞ് ബസ് പിടിച്ച് ഞങ്ങൾ പറണിക്കാവ്, ചക്കുളി, അടൂർ ഇവിടെ നിന്നൊക്കെ വരുന്ന വിദ്യാർത്ഥികളോടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും വീട്ടുകളിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 7-7:30 ആവും. ഇവിടെ നല്ല രീതിയിലൊരു ഹോസ്റ്റൽ സൗകര്യം പോലും ഞങ്ങൾക്കില്ല. ഏകദേശം 30 മുതൽ 40ഓളം കുട്ടികളാണ് പുറത്ത് പെയിങ് ഗസ്റ്റ് ആയിട്ട് 40,000 മുതൽ 50,000 രൂപ വരെ പൈസ കൊടുത്താണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്ന വെള്ളക്കെട്ടിന്റെ രൂപത്തിലാണ് പലപ്പോഴും മഴ പെയ്താൽ നമ്മുടെ ക്ലാസ്സുകളിൽ വെള്ളം കയറുന്നത്. പല പ്രാവശ്യങ്ങളും ഞങ്ങൾ നനഞ്ഞ് കുളിച്ചാണ് ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുണ്ട്. വേനൽ സമയമായി കഴിഞ്ഞാൽ ചൂട് കാരണം പുറത്തോട്ട് ഇറങ്ങി ഓടേണ്ട രീതി വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ചോർച്ചയില്ലാത്ത ക്ലാസ് മുറികളും വൃത്തിയുള്ള ബാത്റൂമുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്തെങ്കിലും ഞങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഉപകാരമായിരുന്നു. ഞങ്ങളിവിടെ വെള്ളമൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ ആയി പാമ്പും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇഴജന്തുക്കളുടെ ശല്യമൊക്കെ ഉണ്ട്. അപ്പൊ അത് ഓണറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അവരും ഇതുപോലെയൊക്കെ പഠിച്ചു വന്നതാണ്. പക്ഷെ ഞങ്ങൾ ആ ഒരു കാലഘട്ടമല്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഫെസിലിറ്റീസ് വേണം, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. പലപ്പോഴും ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഇഴജന്തുക്കളാണ് ക്ലാസ്സുകളിലേക്ക് കയറി വരുന്നത്. ഞങ്ങൾ അത് പേടിച്ചിട്ടാണ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് തന്നെ. ഞങ്ങളുടെ ആരെങ്കിലും ജീവന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ട് നടപടി എടുക്കുന്നതിന് പകരം ഇപ്പോഴേ ഞങ്ങൾ
ദയനീയ അവസ്ഥ കണ്ട് അധികാരികളൊന്ന് കണ്ണു തുറന്ന് ഞങ്ങളുടെ ഈ അവസ്ഥ ഒന്ന് മാറ്റിത്തരണമെന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഇഴജന്തുക്കൾക്ക് നടുവിലിരുന്ന് പഠിച്ച ആ കെട്ടിട ഉടമ പുതിയ കാലത്തെക്കുറിച്ച് അറിയുന്നില്ല. കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിലൊരു നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ജിയോ ചീരനാണ് ചോദിക്കുന്നത്, നമ്മളെന്താ ഭാഷ നന്നാകാത്തേ? നമ്മൾ എളുപ്പം കയറി നന്നാവാൻ പാടുണ്ടോ? നമ്മൾ സമയമെടുക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വ്യാജരേഖകൾ ചമച്ച IAS കാരി പൂജ കേത്കറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. കേന്ദ്ര സർക്കാരിൻ്റേതാണ് നടപടി. വ്യാജ സർട്ടിഫിക്കറ്റാണ് ഇവർ സമർപ്പിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, അവസാനം അത് സംഭവിച്ചു. അവരുടെ രേഖകൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയപ്പോഴേ അവരുടെ പടിയിറക്കം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. തീർച്ചയായും SKN വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് IAS കരസ്ഥമാക്കിയ ട്രെയിനി IAS ഉദ്യോഗസ്ഥ പൂജ കേക്കറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. സിവിൽ സർവീസ് ചട്ടം 1954 ചട്ടം 12 അനുസരിച്ചാണ് പ്രൊബേഷണറി കാലത്ത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുകയാണെങ്കിലോ അവരുടെ സേവനത്തിൽ തൃപ്തികരമല്ല എങ്കിലോ പിരിച്ചുവിടാനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് അത് പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. തുടർന്ന് നടത്തിയ അന്വേഷണം അവർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരവും നൽകിയ ശേഷമാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. 2 തരത്തിലുള്ള വ്യാജരേഖകളായിരുന്നു പൂജ കേക്കർ ഈ സർവീസിൽ ഇടം നേടുന്നതിനായി ഉപയോഗിച്ചത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് ഉള്ള അവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗിച്ചതിന് ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആണ് പിന്നീട് അവസരം കണ്ടെത്തിയത്. ഒപ്പം തന്നെ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന വ്യാജ ജാതി സർട്ടിഫിക്കറ്റും ഇവർ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പൂജ കേക്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലവിൽ ഇപ്പോൾ UPSCയും ഒപ്പം തന്നെ ഡൽഹി പോലീസും എതിർത്തിട്ടുണ്ട്. കാരണം UPSCയെ മാത്രമല്ല കബളിപ്പിച്ചത്, പൊതുജനങ്ങളെ തന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സിവിൽ സർവീസ് പ്രവേശനം പൂജ കേക്കർ നേടിയത് എന്നാണ് ഈ ഏജൻസികൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബൽറാം. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരും നീന്തി രക്ഷപ്പെട്ടു. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കല്ലാത്ത വരക്കായിപ്പോടാ തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, വിവരങ്ങൾ. SKN അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ഈ മത്സ്യബന്ധനത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഈ വള്ളം അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ്. ഈ വള്ളത്തിൽ 3 പേരുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളായ 3 പേർ. മരിയനാട് സ്വദേശികളായിട്ടുള്ള പ്രേം, അന്തോണീസ്, വിൻസെന്റ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. ഏറെ ആശ്വാസകരമായ ഒരു കാര്യം, ഇവർക്ക് കാര്യമായി പരിക്കുകളില്ല എന്നുള്ളതാണ്. 3 പേരും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. മരിയനാട് സ്വദേശിയായിട്ടുള്ള ബിനുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വള്ളം എന്നുള്ളതാണ്. ഏതായാലും ഈ മുതലപ്പുഴയിൽ വീണ്ടും മരണങ്ങൾ അല്ലെങ്കിൽ ഈ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ ന്യൂനപക്ഷ കമ്മീഷൻ അടക്കം ഇത്തരത്തിൽ വിശദീകരണമൊക്കെ തേടിയിട്ടുണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ ഈ സന്ദർശിക്കാനിരിക്കെയാണ് വീണ്ടും ഇവിടെ ഒരു അപകടം ഉണ്ടായത്. ഏതാണ്ട് ഈ വർഷം ഇതുവരെ ഏതാണ്ട് 20നോട് അടുക്കുന്നു ഈ അപകടങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഓണം എത്തിയാൽ മിഠായി തെരുവിൽ, കോഴിക്കോടാണ് കേട്ടോ, പിന്നെ ഒരു ഉത്സവ അന്തരീക്ഷമാണ്. മലബാറിലെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോളമാണ് കോഴിക്കോട്ടെ മിഠായി തെരുവ്. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും രുചി വൈവിധ്യങ്ങളും ഒക്കെയായിട്ട് ആകെ കളറാണ് കോഴിക്കോട് മിഠായി തെരുവിൽ. കണ്ടും കേട്ടും മണത്തും ഒക്കെ അനുഭവിച്ച് തന്നെ അറിയണം ഈ മലബാറിലെ ഓണം മിഠായി തെരുവിലെത്തുമ്പോൾ. ഉത്സവങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് മലബാറുകാർ. അത് ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും ക്രിസ്തുമസ് ആയാലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലും ഓണത്തിൻ്റെ ആഘോഷ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ സ്റ്റോക്കുകൾ എത്തിക്കഴിഞ്ഞു. ഉപഭോക്താക്കളെ സ്വീകരിക്കാനുള്ള മിനുക്കുപണികളും പൂർത്തിയാക്കി. കോഴിക്കോട് മിഠായി തെരുവിലായിക്കോട്ടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഷോപ്പുകളിലും കടകളിലും ഏറ്റവും നല്ല ഡിസൈനുകളിലും ഏറ്റവും നല്ല സാധനങ്ങളും മാക്സിമം റേറ്റ് കുറച്ചുകൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ എല്ലാവരും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. വിവിധ ഡിസൈനുകളിലുള്ള ഷർട്ടുകളും മുണ്ടുകളും സാരികളും ഉൾപ്പെടെ
ആളുകൾ ആവശ്യപ്പെടുന്ന ഏതു രീതിയിലുള്ള വസ്ത്രങ്ങളും ഇവിടെ തയ്യാറാണ്. ഓണത്തിൻ്റെ നമ്മളെ ദുരന്തത്തിൻ്റെ ഇതിൽ കുറച്ച് എഫക്റ്റ് ഉണ്ട്. എന്നാലും ഓണത്തിലെ കുറേ വ്യാപാരികൾ എല്ലാ സാധനങ്ങളും ഒക്കെ റെഡിയാക്കി കാത്തു നിൽക്കുകയാണ്. പഴയ മാതിരിത്തെ ഓണത്തിൻ്റെ വലിയ ഉഷാറൊന്നുമില്ല. ജീവിതമാർഗ്ഗമാണ്. ഇതെല്ലാവരും കളറാക്കണം ഓണം. മിഠായി തെരുവിലെ ആകാശവിളക്കുകൾ മാറ്റി LED ലൈറ്റുകളായതോടെ ഇനി പകൽ പോലെ രാത്രിയും പ്രകാശപൂരിതമാകും. പാളയം മാർക്കറ്റിലും സമാനമാണ് സാഹചര്യം. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ പച്ചക്കറികൾക്ക് ക്ഷാമമില്ല. അതിനാൽ നിലവിൽ വിലവർധനവില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിനും വില കൂടിയിട്ടില്ല. ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് 1-2 സാധനങ്ങൾക്ക് മാത്രമേ വില കൂടി നിൽക്കുന്നുള്ളൂ. വെളുത്തുള്ളിക്കും മാങ്ങയ്ക്കും മല്ലിയിലയ്ക്കും ഇഞ്ചിക്കും മാത്രമാണ് വില 100 കടന്നത്. കിഴങ്ങ്, മുരിങ്ങക്ക, ക്യാരറ്റ്, ചെറിയുള്ളി എന്നിവയ്ക്കും വില സാധാരണ നിലയിലാണ്. പലപ്പോഴും റെക്കോർഡിലെത്തുന്ന തക്കാളിക്ക് 30 രൂപയാണ്. ഇപ്പോൾ പച്ചക്കറി പൊതുവേ എല്ലാം ഇപ്പോൾ സീസണാണ്. ഇപ്പോൾ പച്ചക്കറി വരുന്ന സമയമാണ്. ഇപ്പോൾ അതുകൊണ്ട് വില ഒന്നും കൂടിയില്ല. കൂടാൻ ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരു 3 ദിവസം മുമ്പ് കൂടും. ഓണത്തിൻ്റെ ഒരു 3-4 ദിവസം മുമ്പേ കൂടുള്ളൂ. പച്ചക്കറിക്ക് വിലക്കുറവായതിനാൽ കച്ചവടം ഇരട്ടിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളുള്ളത്. പ്രജ്വൽ സുരേഷിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ജോസഫ് ജോസഫ് പറയുന്ന ഒരു കാര്യം, കേരള വിഷനിൽ ഇപ്പോഴും 24 കിട്ടുന്നില്ല, ട്യൂൺ ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേരള വിഷൻ്റെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക. ട്യൂൺ ചെയ്താൽ അത് ശരിയാകും. അപ്പോൾ ഇനി വീണ്ടും മിഠായി തെരുവിലേക്ക്. പച്ചക്കറികൾക്ക് ന്യായവില ആയതുകൊണ്ട് വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് കച്ചവടക്കാരുടെ ഒരു പ്രതീക്ഷ. അവരുടെ വാക്കുകളിലേക്ക്. എല്ലാം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എല്ലാ ലെവലിലും അപ്ഡേഷനായി നിൽക്കുകയാണ്. സാധനം സ്റ്റോക്ക് ഫുൾ സ്റ്റോക്കാണ്. വലിയ ആഘോഷങ്ങളില്ലാതാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ SMCയെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ അവിടുന്ന് ഇവിടുന്ന് എല്ലാ ഭാഗത്തുനിന്നും ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രൗഢി എന്തായാലും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഓണാഘോഷമൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കച്ചവടങ്ങളും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രതീക്ഷയിലാണ്. 4-5 ദിവസമായിട്ട് നല്ല സെയിൽ ഏകദേശം വരുന്നു തുടങ്ങിയിട്ടുണ്ട്. ഓണം വിപണി ലക്ഷ്യമിട്ടിട്ട് ഞങ്ങൾ കൂടുതൽ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. കേരള സാരിയും പട്ടുസാരി എല്ലാം സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ ഒരു ആകാംക്ഷയിലൂടെ നിൽക്കുന്നത്, കച്ചവടം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയ സ്റ്റോക്കുകളൊക്കെ കയറ്റി ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രതികരണ വേദിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നൊരു വാർത്ത വരുന്നു. നടൻ വിനായകനെതിരെ കയ്യേറ്റമുണ്ടായി. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ CISF ഉദ്യോഗസ്ഥരാണ് വിനായകനെ കയ്യേറ്റം ചെയ്തത്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഈ സംഭവം നടന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് സംഭവിച്ചത്? CISFുമായിട്ട് എന്തെങ്കിലും വാക്കേറ്റമുണ്ടായതിൻ്റെ ശേഷം സംഭവിച്ചതാണോ ഈ കയ്യേറ്റം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. CISF ഉദ്യോഗസ്ഥരുമായി ഒരു വാക്കുതർക്കം ഹൈദരാബാദിൽ വെച്ച് ഉണ്ടാവുകയായിരുന്നു. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം ഈ വാക്കുതർക്കം നീണ്ടുനിന്നു. പിന്നാലെ CISF ഉദ്യോഗസ്ഥർ വിനായകനെ തടഞ്ഞു വെച്ചു. നിലവിൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ചും അദ്ദേഹത്തെ ഇതുവരെയും മോചിപ്പിച്ചിട്ടില്ല. ഗോവയിലേക്കുള്ള യാത്രക്കിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. നിലവിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണമെന്ന് വിനായകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുന്നത്. പോലീസ് അടക്കം ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ചേക്കും എന്നാണ് അറിയുന്നത്. ഏറെ നേരം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ഇതുവരെയും വിനായകനെ വിട്ടയച്ചിട്ടില്ല. വിനായകനെ ഇപ്പോഴും അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അങ്ങനെ തന്നെയാണ്. വിനായകനെ നിലവിൽ ഇപ്പോഴും യാത്ര തുടരാനാകാതെ വിനായകനെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും കിട്ടുന്ന വിവരം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഇടുക്കി ഹൈറേഞ്ച് വിറപ്പിച്ചിരുന്ന 3 കൊമ്പന്മാരെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വാർത്തകളിലൂടെ നിങ്ങൾക്കെല്ലാം സുപരിചിതരാണ് ഈ 3 പേരും. ഒന്ന്, ഒരു കൊല്ലം മുമ്പ് നാട് കടത്തിയ നമ്മുടെ അരിക്കൊമ്പൻ, അക്രമകാരിയായ മുറിവാലൻ കൊമ്പൻ കഴിഞ്ഞ ദിവസമാണ് ചരിഞ്ഞത്. പക്ഷേ ചിന്നക്കനാലിനെ ഇരട്ടി ആശങ്കയിലാക്കിയപ്പോൾ ചക്കക്കൊമ്പൻ എന്ന ഈ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയായ കൊമ്പൻ വനമേഖലയിൽ തന്നെ തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒറ്റയാൻ കൂടുതൽ അക്രമകാരിയാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ചിന്നക്കനാലിലെ ജനങ്ങൾ. ഭീതിയിലാണ് അവർ ജീവിക്കുന്നത്. ചിന്നക്കനാലിനെ വിറപ്പിച്ചിരുന്ന 3 കൊമ്പന്മാർ: അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ. അതിൽ അരിക്കൊമ്പനെ 1 വർഷം മുമ്പ് നാടുകടത്തി. പിന്നുണ്ടായിരുന്ന മുറിവാലനെ ചക്കക്കൊമ്പൻ തന്നെ ഇപ്പോൾ വകവരുത്തുകയും ചെയ്തു. ഒരാഴ്ച മുമ്പാണ് ചിന്നക്കനാലിൽ വെച്ച് ചക്കക്കൊമ്പനും മുറിവാലനും കൊമ്പുകോർത്തത്. തന്റെ അധീന പ്രദേശം കൈയടക്കാൻ ചക്കക്കൊമ്പൻ അടവ് പലതും പയറ്റി. മുറിവാലനെ കുത്തി വീഴ്ത്തി. ഇടതുകാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട മുറിവാലൻ കൊമ്പനെ
പെരിയകനാൽ ചിന്നക്കനാൽ റോഡിൽ നിന്ന് 500 മീറ്റർ അകലെയുള്ള കാട്ടിലാണ് അവശനിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പിന്റെ പ്രത്യേക സംഘം ശ്രമിച്ചിട്ടും മുറിവാലൻ പിന്നെ എണീറ്റില്ല. നിലവിൽ ചക്കക്കൊമ്പന് മദപ്പാട് മൂർധന്യാവസ്ഥയിലാണെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നു. അതുകൊണ്ട് കൂടുതൽ അക്രമ സ്വഭാവത്തിലേക്ക് ആന പോകുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ചെറിഞ്ഞതിൽ ഞങ്ങൾക്ക് ചെറിയ വിഷമം ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ വളരെ ശല്യക്കാരനായ ഒരു ആന തന്നെയായിരുന്നത്. അത് കൃഷിയിടത്തിൽ വെച്ചാണ് ഒരു ആക്രമണം നടന്നത്. ഇതിനു മുമ്പ് 80 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആനയെ ആക്രമിച്ചെന്ന് പറയപ്പെടുന്നു. ഈ സിംഗാണ്ടത്ത് വെച്ച് ആക്രമണം നടക്കുമ്പോൾ RRT ടീം ആനയെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി നിന്നിരുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഇവർ പുറകെ പോവുകയും ആനയെ കാണാതെ ആന അത് ആ വഴി 60 ഏക്കറിന് കയറിപ്പോയതാണെന്ന് 23-നാണോ 24-നാണെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ആന അത്രയും ശല്യം കുറഞ്ഞു എന്ന് ഞങ്ങൾ ധരിക്കുന്നു. ഇനിയിപ്പോൾ ചക്കക്കൊമ്പനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊമ്പൻ. അതൊരു വിഷയക്കാരനാണോ? ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അരിക്കൊമ്പൻ നടക്കുന്ന സമയം തൊട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ 3 ആനകളാണ് ഈ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും ശല്യങ്ങളും ഉണ്ടാക്കുന്നതെന്ന്. അതിൽ ആ തൽസ്ഥിതി തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഇനി ചിന്നക്കനാൽ മേഖലയിൽ ഏക ഒറ്റയാൻ ചക്കക്കൊമ്പൻ മാത്രമായി. പിടിയാനക്കൂട്ടത്തോടൊപ്പമുള്ള 3 കുട്ടിക്കൊമ്പന്മാരും ഇവിടെയുണ്ട്. ഭാവിയിൽ ഇവരും പ്രശ്നക്കാരാകുമോ എന്ന ആശങ്കയാണ് മറ്റു ചിലർക്ക്. ആനകൾ ഫൈറ്റ് കൂടാറുണ്ട്. എല്ലാ വന്യമൃഗങ്ങളും കിളികൾ വരെ അങ്ങും കൊത്തുകൂടാറുണ്ട്. പിന്നെ ഇപ്പൊ ആന കൂടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന കാര്യമില്ലല്ലോ. ഇതുകൂടാതെ 5 കൊമ്പൻ ആന വേറെ വളർന്നു വരുന്നുണ്ട്. ചക്കക്കൊമ്പന് ഞങ്ങളുടെ വക ഒരു ബിഗ് സല്യൂട്ട്. വന്യജീവി നിയമം 11A നടപ്പാക്കിയ ആളായതുകൊണ്ട് കൃഷിക്കാരുടെ ഒരു സല്യൂട്ട് തന്നെ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം അത് നടപ്പാക്കേണ്ട വിധിയായിരുന്നു. വനം വകുപ്പിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു മൃഗത്തിന് കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷിക്കുക. ചിന്നക്കനാലിലെ ആനക്കഥ ഇവിടം കൊണ്ട് തീരുന്നതല്ല. മതികെട്ടാൻ ചോലയുടെ അധിപൻ ഇനി ചക്കക്കൊമ്പനാണെങ്കിലും മറ്റു 17 പിടിയാനകൾ കൂടി ഒപ്പമുണ്ട്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ സാധാരണ പറയാറുണ്ട്, പൊന്നു കായ്ക്കുന്ന മരമായിരുന്നാലും പുരയ്ക്ക് മീതെ വളർന്ന വേട്ടണമെന്ന്. പക്ഷെ നമ്മുടെ വനംവകുപ്പ് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. 100 കണക്കിന് മനുഷ്യരുടെ ജീവന് ഭീഷണിയായിരുന്നിട്ടും മരങ്ങൾ മുറിച്ചു മാറ്റാൻ തയ്യാറാകാതെ വനംവകുപ്പിൻ്റെ കടുത്ത അലംഭാവം. ഞാൻ ഈ പറയാൻ പോകുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാത്തതിനെ കുറിച്ചാണ്. കാലമേറെയായി ഈ ആവശ്യം ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്. പരാതികൾ പലത് പറഞ്ഞു, പക്ഷേ നടപടി മാത്രം വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളുടെ കണക്ക് വനംവകുപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ മുറിച്ചു മാറ്റുന്നത് ഇനിയും പൂർണ്ണമായും പ്രാവർത്തികമായിട്ടില്ല. മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാവുകയാണ്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 12 കിലോമീറ്റർ വനഭൂമിയിലൂടെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്നത്. മഴ പെയ്താൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സവും അപകടങ്ങളും മേഖലയിൽ പതിവാണ്. പാതയോരത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ജില്ലാ കളക്ടർ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ട് കാലങ്ങളായി. എന്നാൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. റോഡിന് ഇരുവശങ്ങളുമായി നിരവധി മരങ്ങൾ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഏത് സമയത്ത് വേണേലും അത് നിലം പൊത്തി വീഴാവുന്ന രീതിയിലാണ് മരങ്ങൾ നിൽക്കുന്നത്. വനം വകുപ്പ് അതിന് അനുമതി കൊടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പോലുള്ള ആളുകൾ കോടതിയിൽ സമീപിക്കുകയും കോടതി അതിന് മരം മുറിച്ചു മാറ്റുന്നതിന് അനുമതി നൽകുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നിരുന്നാൽ പോലും ആ ഭാഗത്ത് മാത്രം വാളറ തൊട്ട് നേര്യമംഗലമുള്ള ഭാഗത്ത് ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. പഞ്ചായത്ത് ഭരണസമിതിയും വനവകുപ്പും ചേർന്ന് മുറിച്ചു മാറ്റേണ്ട മരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ 68 മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നാണ് വനംവകുപ്പിന്റെ കണക്ക്. എന്നാൽ മഴ പെയ്താൽ മരം റോഡിലേക്ക് വീഴുന്നതിന് യാതൊരു കുറവുമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് യാത്രക്കാർക്ക് ഭീഷണിയാവുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുമെന്ന നിർദ്ദേശം കടലാസിലൊതുങ്ങാതെ പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാകുകയുള്ളൂ. ക്യാമറമാൻ MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ. ഹൈറേഞ്ചിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട്. മരം വീണ് മനുഷ്യർ മരിച്ചാൽ ഉത്തരവാദി മൂന്നാർ DFO ആണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഒരിക്കൽ ഉത്തരവിട്ടിരുന്നു. എന്നാൽ മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ തുടരുകയാണെന്നാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം. വനംവകുപ്പിൻ്റെ കടുത്ത അലംഭാവത്തിനെതിരെ നാട്ടുകാരും ഇപ്പോൾ കടുത്ത പ്രതിഷേധത്തിൽ.
ഇത് റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിൻ്റേതാണ് ഈ നിൽക്കുന്ന സ്ഥലങ്ങളെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോറസ്റ്റുകാർ അതിനകത്ത് അനാവശ്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനാവശ്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ മരം വെട്ടിമാറ്റാൻ കഴിയാത്തത് എന്നാണ് പൊതുജനങ്ങളായ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 259 മരങ്ങൾ റോഡ് സൈഡിൽ ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന നിലയിൽ തന്നെയാണ്. ആശങ്കയോടുകൂടി തന്നെയാണ് ഇതിലെ ആളുകൾ യാത്ര ചെയ്യുന്നത്. ഇത് വെട്ടിമാറ്റാൻ ഗവൺമെൻറ് സമയോചിതമായി ഇടപെടാത്ത പക്ഷം ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഈ കാട്ടാന റോഡിലിറങ്ങി നിൽക്കുന്ന സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ കാട്ടാനയെ പേടിച്ച് വണ്ടി നിർത്തിയിടാൻ വേണ്ടി കഴിയില്ല. നിർത്തിയിടുമ്പോഴായിരിക്കും മരം വീഴുന്നത്. ഇതിൽ പേടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഈ വഴിയിലൂടെ നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ മരം മുറിക്കാനുണ്ടെന്ന് വനം വകുപ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഈ മരം മുറിക്കാനോ ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനോ ഇവിടെയുള്ള യാത്ര സുഗമമാക്കാനോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാനോ ഈ അധികൃതർ തയ്യാറാവുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.